ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം. ശുശ്രൂഷയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാദിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുകയും നാൾതോറും അത്ഭുതകരമായി വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇളയവരാകുന്ന ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന മഹാകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. സംഭവബഹുലമായ ഈ ലോകത്തിൽ ഇന്നയോളം അവിടെ ഞങ്ങളെ അത്ഭുതമായി കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ കഴിയാതിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളും അങ്ങേ ആരാധിക്കുവാനിടമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ വിശുദ്ധ ശുശ്രൂഷയുടെ മേൽ ദൈവത്തിന് കൃപയും അനുഗ്രഹവും പകരുകയും ആരാധനയിൽ പങ്കുകൊള്ളുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനും ഈ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് വന്ദനം യേശുപര എന്നാരംഭിക്കുന്ന 96-ാം ഗീതം ആലപിക്കും.
സ്തുതിലിത്താനി 4-ാം ഭാഗം, ആരാധനക്രമത്തിൽ 6-ാം ഭാഗം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകലപാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും തിരുക്കരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവം ആകുന്നു. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കൽ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ പറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്ധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് ദൈവസന്നിധിയിൽ അനുതാപപൂർവം കടന്നു വരാം. തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മുടെ കുറവുകളെ ഉണർന്ന് ചില നിമിഷങ്ങൾ മൗനമായി പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിൽ 11-ാം പുറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുതാപ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം ലംഘനങ്ങളും മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായി ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിലുരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിക്കപ്പെടണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ചാസ്തിയിൽ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുക്കുകയും അരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന പാപക്ഷമയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ നടത്തുന്ന അത്ഭുത കൃപകളെയും വഴികളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. അനർത്ഥങ്ങളുടെയും ആപത്തുകളുടെയും രോഗങ്ങളുടെയും നടുവിൽ
കർത്താവ് നമ്മെ താങ്ങിയ കൃപകളെ നമുക്ക് ഓർക്കാം. വിനയമുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ആരാധനാക്രമത്തിൽ 18-ാം പുറത്തിൽ കാണുന്ന മറിയയുടെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവൻ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുത്തെ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. 42-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ അരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവിനെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസ്സാർമലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവൻ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ നിരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമുക്ക് ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന തിരുവചന വേദഭാഗം യോവേൽ 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യോവേൽ 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷമോ, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും.
ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലെ ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസവും വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിപ്പിൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് ഏറ്റുപറയാം. ആരാധനാക്രമത്തിൽ 22-ാം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. കർത്താവിൻ്റെ സന്ധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും കൈക്കൊള്ളുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപേക്ഷ കൈക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെയും ദേശത്തെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടിയും എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് നമുക്ക് ഈ അവസരം പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ നമുക്ക് ഓർക്കാം. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും ലോകത്തിലെ നേതാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിച്ച്
COVID-19 എന്ന മഹാമാരിയെ തുടർന്നുള്ള സംഘർഷഭരിതമായ അനുഭവങ്ങളോടുകൂടി ആയിരിക്കുന്ന രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കൊറോണ വൈറസിന്റെ വ്യാപനം പൂർണ്ണമായി നിർവീര്യമാക്കപ്പെടുവാനും ലോകത്തെല്ലായിടത്തും ദൈവിക സൗഖ്യമുണ്ടാകുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമായ മനസ്സുമായി സ്വർഗീയ കൃപകൾ അനുഭവിച്ച് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഈ ഭൂമിയിൽ ശരിയായി നിറവേറ്റി കർത്താവിനെ അനുഗമിക്കുവാൻ ആവശ്യമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മിൽ പകരപ്പെടേണ്ടതിനായി ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സർവവല്ലഭനുമായ നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹപൂർണമായ ഈ വിശുദ്ധ ദിനത്തിൽ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ സന്ദർഭത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങേ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി, വിശേഷാൽ ഈ ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റും. കർത്താവെ, ദൈവാലയത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ കഴിയാത്ത ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളും ദൈവത്തെ ആരാധിക്കുവാനുള്ള ആലയങ്ങളായി രൂപാന്തരപ്പെടുത്തി അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ വ്യത്യസ്തങ്ങളായ ആവശ്യഭാരങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാതിൻ്റെ മക്കളെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീർ നിറഞ്ഞ അനുഭവങ്ങളും കാണുന്ന കർത്താവെ, അവിടുത്തെ മക്കളെ എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. 4 പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ആ രോഗിക്ക് കർത്താവ് പാപമോചനവും രോഗസൗഖ്യവും നൽകിയതായി നിങ്ങൾ പഠിക്കുന്നു. അപ്രകാരം കർത്താവെ, നിങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കും പൂർണ്ണ സൗഖ്യവും ആശ്വാസവും രൂപാന്തരവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളും ക്ഷീണങ്ങളും അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട നിന്റെ മക്കളുടെ മേലും ദൈവിക സൗഖ്യം പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധനായ പിതാവേ, പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കണ്ണുനീരോടുകൂടെ നിലവിളിക്കുന്നവരെ നിങ്ങൾ ഓർക്കും. ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാതെ പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. 12 സംവത്സരം രക്തസ്രവം പിടിപെട്ട സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ച് അങ്ങയെ സ്പർശിക്കുമ്പോൾ അങ്ങയിൽ അത്ഭുത ശക്തി പുറപ്പെട്ടവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ വിശ്വാസത്തോടുകൂടി അങ്ങയെ തൊടുന്ന നിന്റെ മക്കളെല്ലാവരും വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് അടിയങ്ങൾ വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി കാണപ്പെടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും കർത്താവെ, രാജ്യങ്ങളെയും എല്ലാം നിന്റെ കരങ്ങൾ സമർപ്പിക്കുക. ഞാൻ എന്റെ സമാധാനം നിനക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ മക്കളുടെ മേൽ കർത്താവെ, ദേശങ്ങളുടെ മേൽ, രാജ്യത്തിന്റെ മേൽ അങ്ങയുടെ സമാധാനം പകരണമേ. ദൈവിക സമാധാനം അനുഭവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ നിന്റെ മക്കളെയും ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണമേ. ഈ നാടുകളിൽ ഞങ്ങൾക്ക് കർത്താവെ, സഭയായി സംഘടനകളായി ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഞങ്ങൾ യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുന്നവരായി നിലനിൽക്കുവാനും കർത്താവെ, ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലും അപ്രകാരം തന്നെ കർത്താവെ പ്രാർത്ഥിക്കുന്നതിലും നിങ്ങൾ വളർന്നു വരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഉപോദ്ബലകമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും
ദൈവം അനുഗ്രഹിക്കുകയും വാഴ്ത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വ്യത്യസ്ത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. സഭാ കമ്മിറ്റിയെ ഞങ്ങൾ ഓർക്കുന്നു, സംഘടനകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മറ്റു ശുശ്രൂഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിന്റെ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ ആലയത്തിലൂടെ ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നു. ഈ ദേശത്തിലായിരിക്കുന്ന വിവിധ മതസ്ഥരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. തന്റെ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ബലമേൽപ്പിക്കുകയാണ്. കർത്താവെ, തൊഴിൽ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. ഈ ലോക്ക്ഡൗൺ നിമിത്തം കർത്താവെ തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായി പരാധീനതകളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇനി എന്ത് എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, മക്കളുടെ ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരുണ്ട്. എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകളും സ്വർഗത്തിൽ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങൾ നിങ്ങൾ ബലമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും +1 +2 എല്ലാ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് തന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. എഴുതിയ പരീക്ഷകൾക്കായി സ്തോത്രം. ഇനി എഴുതാനുള്ളവയും ദൈവം അനുഗ്രഹിക്കുകയും കർത്താവെ നല്ലൊരു വിജയം അവിടുത്തെ മക്കൾക്ക് എല്ലാവർക്കും ദൈവം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, മറ്റ് വിവിധങ്ങളായ ആവശ്യഭാരങ്ങളോടുകൂടി ആയിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നവജാത ശിശുക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഗർഭിണികളായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുത്ര സൗഭാഗ്യത്തിന് വേണ്ടി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ മക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദക്ഷിണ കേരള മഹായിടവയ്ക്കായി ദക്ഷിണേന്ത്യ സഭയ്ക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ മോഡറേറ്റർ തിരുമേനിക്കായും കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മഹായിടവകയുടെ ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സമിതികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മഹായിടവ ഉൾപ്പെട്ട എല്ലാ സഭകളെയും സഭാപ്രവർത്തകരെയും എല്ലാ സ്ഥാപനങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് കൂടി അത്ഭുതമായി നടത്തണമേ. സഭയുടെ ദൗത്യം ശരിയായി നിർവഹിക്കുവാൻ ആവശ്യമായ ദൈവാനുഗ്രഹവും കൃപയും എല്ലാ മേഖലകളിലും അവിടെ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ രാജ്യത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ജ്ഞാനമുള്ള ഹൃദയം നൽകി കർത്താവെ ഉത്തമമായ തീരുമാനങ്ങൾ കർത്താവെ നല്ല ഭാവിക്ക് വേണ്ടിയും ജനങ്ങളുടെ ഐശ്വര്യത്തിനായും നിർവഹിക്കുവാൻ അവിടുത്തെ മക്കളെ ദൈവം സഹായിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിൽ കോവിഡ് രോഗബാധിതരായി കഴിയുന്നവരെയും ക്വാറന്റൈനിലും ഐസൊലേഷനിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് പൂർണ്ണമായ സൗഖ്യവും ആശ്വാസവും കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും അവിടെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഈ നാളിൽ രോഗവ്യാപനം പൂർണ്ണമായി കർത്താവെ മാറ്റപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണഭീതിയിൽ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് സൗഖ്യദായകനാകുന്നുവെന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വചനപ്രകാരം ലോകത്തിലെ എല്ലാവർക്കും അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്യണമേ. മരണഭീതിയിൽ എല്ലാവരുടെ മക്കളെയും വിടുവിക്കണമേ. സ്വർഗീയാശ്വാസം ഏവർക്കും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. പരിശുദ്ധ കർത്താവെ, ഈ സമീപ നാടുകളിൽ ചുഴലിക്കാറ്റ് നിമിത്തം പ്രതിസന്ധിയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പശ്ചിമ ബംഗാൾ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ദൈവകരങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയുടെ മേലധികാരമുള്ള ഞങ്ങളുടെ ദൈവമേ, ശാന്തമായ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് അറിയപ്പെടുവാൻ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പകരണമേ. സ്നേഹവാനായ കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ ദൈവജനങ്ങളെയും അവിടെ അനുഗ്രഹിക്കണം. പ്രത്യേകമായി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ മക്കളെയും അവിടെ ആശീർവദിക്കണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ.
കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അന്ത്യത്തോളം അവിടുത്തെ വിശ്വസ്ത സാക്ഷികളാകുവാൻ നിങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ഇടപെടലുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി നിലനിൽപ്പാൻ അവിടുന്ന് ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകും. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കർത്താദുഷ്ടം വിടുവിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിനത്തിൽ കർത്തൃ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അവസരം നമ്മുടെ സഭയിലെ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ സഭയിലെ എല്ലാ വിശ്വാസികളുടെയും മധ്യത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാസ്ക് തയ്യാറാക്കിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക സാഹചര്യം നാം കണക്കിലെടുത്ത് സ്വയം പ്രതിരോധത്തിൽ ഏർപ്പെടുന്നതിനും നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ശരിയായ വിധത്തിൽ പരിപാലിക്കപ്പെടുന്നതിനും നാം ഒരു അപകടകാരിയായി മാറാതിരിക്കുന്നതിനും വേണ്ടി മുഖാവരണം ധരിക്കേണ്ടുന്നത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നുവല്ലോ. സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ മാസ്കുകൾ ഈ അവസരം സൺഡേ സ്കൂൾ സെക്രട്ടറി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുന്നതിനായി കൈമാറുന്നതാണ്. അതോടൊപ്പം തന്നെ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഹോമിയോ മെഡിസിനും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതും വിതരണത്തിനായി കൈമാറുന്നതാണ്. ഇവ നൽകുവാനായി സൺഡേ സ്കൂൾ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ഇവയെ നമുക്ക് പ്രാർത്ഥിച്ച് വേർതിരിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാം അറിയുന്ന ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, ലോകം മുഴുവനും കോവിഡ് ഭീതിയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ കൃപയാൽ ഞങ്ങളെ അത്ഭുതമായി കാത്തു പരിപാലിച്ചു വരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി കരയേറ്റുകയും, കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വങ്ങൾ ശരിയായി പരിപാലിക്കപ്പെടേണ്ടുന്നതിന് പ്രോത്സാഹിപ്പിക്കപ്പെടുവാനും അവിടുന്ന് സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ സഭയിലെ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ സഭാപരിധിയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ ഫേസ് മാസ്കിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഇവയെ അനുഗ്രഹിക്കുകയും ഇത് ചന്തമായി ഉപയോഗിച്ച് കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, കർത്താവ് ഈ കാലയളവിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം വ്യക്തിപരമായ നിലയിലും സാമൂഹിക ജീവിതത്തിലും പുലർത്തുവാനും തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരമുള്ള പ്രതിരോധ മെഡിസിനുകൾ വിതരണം ചെയ്യുന്നതിനും അവിടുന്ന് സഹായിച്ചിരിക്കുന്നല്ലോ. കർത്താവെ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്ന എല്ലാ അതിൻ്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങ് കൂടിയിരിക്കുകയും ചെയ്യണമേ. ഇവ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ അവസരം ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഓരോരുത്തരായി മുന്നോട്ട് വന്ന് ഇത് സ്വീകരിക്കുക.
നമുക്ക് ഈ അവസരം ഒരു സ്പെഷ്യൽ സോങ് ശ്രവിക്കാം. അതിശയമായി നടത്തി
ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ വിശുദ്ധ ദിനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ കർത്താവ് സഹായിച്ചിരിക്കുന്ന ഈ വിലയേറിയ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തിൽ ലോകം പലവിധ ആശങ്കകളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആശങ്കകളുടെ നടുവിൽ പ്രത്യാശയുടെ വാഗ്ദാനം നൽകുന്ന കർത്താവിൻ്റെ സന്നിധിയോട് അടുത്തു വരിക നമുക്ക് ഏറെ പ്രതീക്ഷാ നിർഭരമാണ്. അനുദിനം കോവിഡ് രോഗികളുടെ എണ്ണം ലോകത്തിൽ വർദ്ധിക്കുകയും മരണപ്പെടുകയും അതോടൊപ്പം തന്നെ രോഗബാധിതരായി തീരുകയും ചെയ്യുന്നവരുടെ എണ്ണവും ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലും വിഭിന്നമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഏറെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകളാണ് രോഗപ്രതിരോധത്തിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാമും എത്രമാത്രം ഈ നാളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എങ്ങനെയാണ് നമുക്ക് ഒരു പ്രതിരോധം കൊറോണ വൈറസിനെതിരെ പുലർത്തുവാൻ സാധിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള നിലകളിൽ നമ്മുടെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം ദൈവവിശ്വാസികളായിരിക്കും നമുക്കുണ്ട് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സർക്കാർ പറയുന്ന, ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എല്ലാ മുൻകരുതലുകളും നാം ക്ഷമയോടുകൂടെ ഉൾക്കൊണ്ട് അതിനനുസരണമായി നാം പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം എന്ന വിഷയത്തെ അധികരിച്ചാണ്. ഉയിർപ്പ് കാലഘട്ടത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം എന്നതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് എന്നത് ത്രിത്വത്തിൽ മൂന്നാമത്തെ ആളത്വം ആണ്. വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ സംബന്ധിച്ച് 4 സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാനിലും അപ്പോസ്തല പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിന്റെ ആഗമനം സംഭവിച്ചത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാരാക്ലീറ്റെ എന്ന പദമാണ് ഗ്രീക്കിൽ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത്. ഇതിനർത്ഥം അഡ്വക്കേറ്റ്, കാര്യസ്ഥൻ, മധ്യസ്ഥൻ, വ്യാഖ്യാതാവ്, ആശ്വാസപ്രദൻ, സാക്ഷി എന്നെല്ലാമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവം മാറാത്തവനാണ്. അവിടുന്ന് നിത്യനാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ ആത്മാവ് തന്നെയാണ് പ്രവർത്തിച്ചത്. പഴയ നിയമത്തിൽ 88 പ്രാവശ്യവും
പുതിയ നിയമത്തിൽ 262 പ്രാവശ്യവും പരിശുദ്ധാത്മാവിനെ പറ്റി രേഖപ്പെടുത്തിയതായി കാണുന്നു. വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പ്രതിപാദിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പഴയ നിയമ പാഠഭാഗങ്ങളിൽ നാം കാണുന്നത് ചില പ്രത്യേക കാര്യങ്ങളുടെ നിർവഹണത്തിനായി പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളുടെ മേൽ വരികയും ദൗത്യ നിർവഹണ ശേഷം അവ മടങ്ങിപ്പോവുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. ഉദാഹരണമായി ശിംശോനെ സംബന്ധിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമീസായിയെ കുറിച്ച് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബിലയാമിനെ സംബന്ധിച്ച് സംഖ്യാപുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരികയും ദൗത്യ നിർവഹണ ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആത്മാവ് നമ്മുടെ മേൽ വരുന്നു എന്ന് മാത്രമല്ല, കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്നാണ്. അതായത് ദൈവത്തിന്റെ മക്കൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ്. കർത്താവ് നൽകുന്ന വാഗ്ദാനവും യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നാണ്. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ. അതായത് ഇന്ന് പരിശുദ്ധാത്മാവ് വിശ്വാസിയോടുകൂടെയും എല്ലാ വിശ്വാസികളിലും വസിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെന്നും പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരെന്നും 2 കൂട്ടരെ നമുക്ക് കാണാൻ കഴിയില്ല. വിശ്വാസികൾ എങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, അല്ലാത്തവർ വിശ്വാസികൾ അല്ല എന്ന് സാരം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഇതിനർത്ഥം ക്രിസ്തുവിന് ഉള്ളവൻ ആണെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവും അവന്റെ ഉള്ളിൽ ഉണ്ട്, പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ഉണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? സത്യവചനം കേൾക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുക. ഒരുവൻ സ്നാനത്തിലൂടെ അവന്റെ നെറ്റിമേൽ വരയ്ക്കപ്പെട്ട കുരിശാണ് അവൻ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഇത് നാം മറക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. പരിശുദ്ധാത്മ പ്രാപണത്തിന് വിശ്വാസമല്ലാതെ മറ്റൊരു വ്യവസ്ഥയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് അസന്ദിഗ്ധമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പത്രോസ് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 17-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് തന്ന ദാനം എന്നാണ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാനം, അതാണ് പരിശുദ്ധാത്മാവ്. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക.
വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് എന്നാണ്. ഗലാത്യ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നാണ് നാം വായിക്കുന്നത്. തന്റെ ആത്മാവിനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു. ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കയാൽ നാം മക്കൾ ആണ്. ആരാണ് മക്കൾ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. അതായത് യേശുവിനെ വിശ്വാസത്താൽ കൈക്കൊണ്ടവർ ദൈവത്തിന്റെ മക്കളാണ്. അവർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ആത്മാവിനെ പ്രാപിക്കാത്ത ദൈവമക്കൾ ഇല്ല. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവർ ദൈവമക്കൾ എന്ന് പറയുവാനും സാധിക്കുകയില്ല. ദൈവത്തിന് തന്റെ ആത്മാവില്ലാത്ത മക്കളെ ആവശ്യമില്ല. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവവും നമ്മിൽ ഉണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ത്രിഏക ദൈവമാണ്. ഒന്നായിരിക്കുന്ന ത്രിത്വ ദൈവം. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നാം വിശകലനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അസാധ്യമായതിന് സാധ്യത കണ്ടെത്തുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പഴയ നിയമ പാഠഭാഗത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വായിക്കുന്നു, അതിന് ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. യഹൂദ രാജ്യം വളരെയധികം പുരോഗമിച്ചു. ഇത് സുഖലോലുപമായ ഒരു ജീവിതത്തിലേക്കും അതിലൂടെ അരാജകത്വം നിറഞ്ഞ ഒരു സാമൂഹിക ചുറ്റുപാടിലേക്കും അധപ്പതിക്കുന്നത് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായി സാധിക്കും. യോവാശ് രാജാവിന്റെ ഭരണകാലത്തിൽ ദേശത്തിൽ ക്ഷാമം ഉണ്ടായി. വെട്ടുക്കിളിയുടെ ആക്രമണത്തിൽ ജനജീവിതം ദുരിതപൂർണമായപ്പോൾ നൽകിയ ദൈവിക ദർശനങ്ങളാണ് യോവേൽ പ്രവചനം. വെട്ടുക്കിളിയുടെ ശല്യം, പകർച്ചവ്യാധികൾ, ക്ഷാമം, അഗ്നിബാധ, സൈന്യങ്ങളുടെ ആക്രമണം, ആകാശത്തു നിന്നുള്ള ആപത്തുകൾ തുടങ്ങിയ ദുരന്ത പരമ്പരയുടെ മധ്യത്തിൽ സാധ്യതയുടെ ദർശനമാണ് യോവേൽ പ്രവാചകൻ നൽകുന്നത്. പരിശുദ്ധാത്മ വാഗ്ദത്തമാണ് അതിൽ മുഖ്യമായ ദർശനം. സമാനമായ ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ഭീതിയുടെ നടുവിൽ കഴിയുകയാണ്. കൊറോണ വൈറസ് വരുത്തുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാരോഗത്തെ കുറിച്ചുള്ള ഭീതി മനുഷ്യ മനസ്സുകളിൽ ഇന്ന് രൂഢമൂലമായിരിക്കുകയാണ്. തൊട്ടുമുൻപ് ഉംപുൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് നമ്മുടെ തീരപ്രദേശങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ബംഗാളിലും ഒറീസയിലുമെല്ലാം സംഹാര താണ്ഡവമാടിയ കാഴ്ച നാം കണ്ടു. മനുഷ്യൻ ഭീതിയിലാണ്, ഭയാശങ്കകളിലാണ്. ഇനിയും പറയപ്പെടുന്നു ഒരു പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല എന്ന്. ദുരന്തങ്ങളുടെ പരമ്പര ലോകത്തിന് മുന്നിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ എവിടെയാണ് നമുക്ക് പറ്റിയ പരാജയമെന്ന് മനസ്സിലാക്കുന്നതിനും എന്തുകൊണ്ട് ഇപ്രകാരമുള്ള മഹാമാരികൾ ലോകത്തെ ഗ്രസിക്കുവാനായി കാത്തുനിൽക്കുന്നു എന്ന് തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തെ രൂപാന്തരത്തിന് വിധേയമാക്കി ദൈവകൃപയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനായി നമ്മെ സമർപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ആവശ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന മഹാദാനമാണ് എന്ന് നാം ഓർക്കുക.
പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർക്ക് ലഭ്യമായ പരിശുദ്ധാത്മാവ് യോവേൽ പ്രവാചകൻ പ്രവചന നിവൃത്തിയായി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കുമെന്ന വാഗ്ദത്തവും യോവേൽ പ്രവാചകൻ നൽകുന്ന ഒരു പ്രത്യേക ദർശനമാണ്. ഇവിടെ പ്രവാചകൻ 3 ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത് പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യോവേൽ 2-ാം അധ്യായം 28-ാം വാക്യം. പ്രവചനമെന്ന് പറയുന്നത് ആത്മീയതയുടെ ഉന്നതമായ അവസ്ഥയിൽ ലഭ്യമാകുന്ന ഒന്നാണ്. ദീർഘകാലമായി ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുകയും ദൈവവിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പക്വമതികളായ വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്നത് വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിലും ആത്മീയമായ പക്വതയും അവകാശപ്പെടാൻ ഇല്ലാത്തവരായ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നാണ്. ഇത് ഒരു പുതിയ സാധ്യതയുടെ വാതിൽ തുറക്കുകയാണ്. അസാധ്യമായത് സംഭവിക്കുമെന്നിവിടെ പ്രവാചകൻ ഉറപ്പ് നൽകുകയാണ്. രണ്ടാമത് പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ പോലും കാണാനുള്ള സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. കണ്ട സ്വപ്നങ്ങൾ പലതും നടക്കാതെ പോയതിന്റെ നൈരാശ്യത്തിൽ കഴിയുന്ന വാർദ്ധക്യമാണ് അവരുടെ ജീവിതത്തിന്റെ ബാക്കിപത്രം എന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ ഉണർവും ഉന്മേഷവും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു. അനന്യമായ സ്വപ്ന സാധ്യത വാർദ്ധക്യത്തിൽ ലഭ്യമാകും എന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വാഗ്ദത്തം. വാർദ്ധക്യത്തിൽ സ്വപ്നങ്ങൾ കാണും എന്നുള്ള അസാധ്യമായവയുടെ സാധ്യതയെ പ്രവാചകൻ ഇവിടെ പരാമർശിക്കും. മൂന്നാമത് പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും എന്നാണ്. ദർശനം ഇല്ല എങ്കിൽ ജനം വഴിപിഴച്ചു പോകും, നാശം സംഭവിക്കും എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ദർശനത്തിന് ഏറെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. ചുറുചുറുക്കിന്റെയും ചോരത്തിളപ്പിന്റെയും കാലഘട്ടം. യൗവനത്തിന്റെ തിരക്കിൽ ഭാവി കാര്യങ്ങൾ പോലും മറന്നുപോകുന്ന ഒരു സാഹചര്യം. എന്നാൽ ദർശനത്തിന് ജ്ഞാനവും വിവേകവും അനിവാര്യമാണ്. ദർശനം എന്ന് പറയുന്നത് ഇന്നിന്റെ നേർക്കാഴ്ചയാണ്. ഇന്ന് നാം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാളെക്കുറിച്ച് അപഗ്രഥനം നടത്തി യഥാർത്ഥ കാഴ്ച നേടുന്നതാണ് ദർശനം എന്ന് പറയുന്നത്. സാധ്യതകളില്ലാത്ത യൗവനത്തിൽ ദർശനം സാധ്യമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ യോവേൽ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുകയാണ്. വളരെ ശക്തമായ സന്ദേശം ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായി കഴിയുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ. സത്യത്തിന്റെ ആത്മാവിനെ കൈക്കൊള്ളുന്നവൻ പരിശുദ്ധാത്മ വാഗ്ദാനത്തിൽ പ്രധാനപ്പെട്ടതായ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം ആത്മാവിന്റെ ഫലങ്ങൾ വായിക്കും. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ദയ, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ആത്മാവിന്റെ ഫലങ്ങൾ നമുക്കുണ്ടാകും. ആത്മാവിന്റെ ഫലങ്ങളാൽ ജീവിക്കണം എന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നാണ്. ഒരു ക്രിസ്തു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടുന്നത് ഫലത്താലാണ്. അപ്രകാരമാണ് യേശു പറഞ്ഞത്.
വിതയ്ക്കുന്നവന്റെ ഉപമയിലും മറ്റ് സന്ദർഭങ്ങളിലും 100, 60, 30 മേനി ഫലം കായ്ക്കുന്നതിന് സംബന്ധിച്ച് നാം വായിക്കുന്നു. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത് 100, 60, 30 മേനി ഫലം കായ്ക്കുന്നവർ ആകുവാൻ കരുതിയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നതും നാം ഫലമുള്ളവർ ആകുവാൻ കരുതിയാണ്. ഈ കാലയളവിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നമുക്ക് ഉണരാം. നാം ഫലമുള്ളവരായി ഒരു ജീവിതം നയിക്കുന്നതിന് തയ്യാറെടുക്കാം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും സകലദാനങ്ങളുടെയും ഉറവിടവും പരിശുദ്ധാത്മാവെന്ന വിശിഷ്ട ദാനത്തെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്ധിയിൽ ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ വിലയേറിയ സന്ദർഭത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി ഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ദൈവമക്കളാണെന്നുള്ള ചിന്തയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ആത്മാവിന്റെ ഫലം കായ്ച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള ബോധ്യം ഇല്ലാതെ ഞാൻ യേശുവിന്റെ മകനാണ്, മകളാണെന്നുള്ള ചിന്ത കൂടാതെ ആരെങ്കിലും ഈ അവസരം ആയിരിക്കുമെങ്കിൽ ദൈവം തന്റെ മക്കളോട് സംസാരിക്കുകയും അവിടുത്തെ ആത്മാവിനെ നിന്റെ മക്കളുടെ ഉള്ളങ്ങളിൽ ആക്കി അവിടുത്തെ മക്കളായി തന്റെ മക്കളെ അങ്ങ് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സന്ധിയിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ഈ ആരാധനയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കാളികളായ എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ആരാധനയ്ക്ക് പിന്നിൽ വിവിധ കാര്യങ്ങൾ ഒരുക്കിയ എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ജ്വലിക്കപ്പെടുവാൻ, ദൈവകൃപയിൽ വസിക്കുവാൻ, ദൈവ വഴികളിൽ നടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. വിശ്വാസത്താൽ നമുക്ക് ആശീർവാദം കർത്താവിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ